പ്രകൃതി ഏറ്റവും കൂടുതൽ കനിഞ്ഞരുൾ ചെയ്തനുഗ്രഹിച്ചിട്ടുള്ള ഒരു നാടുണ്ടെങ്കിൽ അത് കേരളമാണെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പും നമുക്കുള്ളത്. കായലും കടലും മലകളും പുഴകളുമൊക്കെ അടങ്ങി വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ നാട് മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തെക്കാളും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടവുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതേപോലെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നമ്മൾ ഏറെ മുന്നിൽ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രകൃതി തന്നെ നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഈ കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെങ്ങനെ വലിഞ്ഞു മുറുക്കുകയാണ്. അതിപ്പോഴിതാ ഏറ്റവും അവസാനം വയനാട് ജില്ലയിൽ നടന്ന ഉരുൾപൊട്ടലിൽ വന്നെത്തിയിരിക്കുകയാണ്. കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകവും പ്രതിസന്ധിയിലുമായ ഒരു പ്രകൃതി ദുരന്തവും തീരാനഷ്ടങ്ങളുമാണ് വയനാട് ദുരന്തം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രകൃതി ദുരന്തവും പ്രളയവും സുനാമിയും നിപ്പയും പക്ഷിപ്പനിയും കോവിഡും എലിപ്പനിയും മലമ്പനിയും പകർച്ചപ്പനിയുമൊക്കെ നമ്മളെ പിടികൂടിയിരിക്കുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മൾ മോചിതരായിട്ടുമുണ്ട്. പക്ഷേ ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഇതിൽ നമ്മുടെ ഉടയവരും നഷ്ടപ്പെടുന്നതാണ് അതിലേറെ കഷ്ടം. ഇതിനിടയിൽ ഏറ്റവും നല്ല സഹായ മനസ്കരുള്ള മനുഷ്യർ താമസിക്കുന്നതും ഈ കേരളത്തിൽ തന്നെയാണുള്ളതെന്ന് പലകുറി നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ നമ്മളെ നയിക്കുന്ന ഭരണകൂടങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും പലപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു വാർത്തകൾ വരുന്നത് അത് നമ്മളെ കൂടുതൽ അലോസരപ്പെടുത്തുകയാണ്. അത് പലപ്പോഴും ഭരണകൂടത്തിൻ്റെ മറവിലാകുമ്പോൾ നമുക്കതിൽ പ്രതികരിക്കാൻ സാധിക്കാതെയും വരികയാണ്. അത് പലപ്പോഴും ഒരു ഏകാധിപത്യ ഭരണം നിലവിലുള്ള ഒരു നാട്ടിലാണോ ഇപ്പോൾ നാം ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ അത് ഉണ്ടായിക്കഴിഞ്ഞാണ് നാം മലയാളികൾ പ്രതികരിക്കാറുള്ളത്, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. പക്ഷേ അതിനു മുൻപ് നമുക്ക് മുന്നിൽ വരുന്ന ഓരോ മുന്നറിയിപ്പും സൂചനകളുമൊക്കെ നമ്മൾ തിരസ്കരിക്കുകയാണ് പതിവ്. ഇപ്പോഴുണ്ടായ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞുപോയതും ഒരു പ്രദേശം തന്നെ ആകെ ഇല്ലാതായതും. അപ്പോഴും മലയാളികളുടെ ആ നല്ല മനസ്ഥിതി അവിടെ ഉയർന്നു വരികയും നിരവധി സഹായഹസ്തങ്ങൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയുമാണ്. അത് സാമ്പത്തികമായും മറ്റു വസ്തുവകകളാലും നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളുമെല്ലാം ഇപ്പോൾ തന്നെ ദുരന്ത മേഖലയിൽ നൽകുകയും ഇനി പുനരധിവാസത്തിന് ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നാം മലയാളികൾ. ഇതിനു മുൻപ് പല സന്ദർഭങ്ങളിലും നാം അത് തെളിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന സഹായങ്ങളിൽ അത് കൈയിട്ട് വാരി അത് വഴിവിട്ട് ചെലവഴിച്ച വാർത്തകൾ പുറത്തു വരികയുണ്ടായി. അത് ഭരണകൂടങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയാകുമ്പോൾ നമുക്കത് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല. അതുകൊണ്ടൊക്കെ തന്നെയാവാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിഭിന്ന അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത്. അത് സ്വാഭാവികമാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ സാമ്പത്തിക സഹായങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിഭവങ്ങൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ, സമുദായ ഭേദമന്യേ, മതപരമായിട്ടുള്ള വേർതിരിവില്ലാതെ സംഘടനാപരമായിട്ടുള്ള ഒരു ഭേദമന്യേ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തയ്യാറാകുകയാണ്. പക്ഷെ മുൻകാലാനുഭവങ്ങൾ ഓർമ്മയിലുള്ള ചില വ്യക്തികളും സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. നിർഭാഗ്യവശാൽ കേരളത്തിലെ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഇത്തരം ആരോപണങ്ങളെ നേരിടുവാനോ അതിന് മറുപടി പറയുവാനോ തയ്യാറാകുന്നില്ല. പകരം അവർ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും അവരെ കൽത്തുറങ്കിൽ അടക്കുവാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള എതിരഭിപ്രായം പറഞ്ഞതിന് കേരളത്തിൽ 40-ലധികം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ പലരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ അവർ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അത് അനുകൂലമല്ലാത്ത ഒരു വാർത്തകൾ പുറപ്പെടുവിച്ചതാണത്. ഇതൊരിക്കലും ഒരു ജനാധിപത്യ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെ ജയിലിലടക്കുക, കേസെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് എതിരഭിപ്രായം പറയുകയും താൻ ദുരന്തബാധിത മേഖലയിൽ സ്വന്തമായി സഹായങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അഖിൽ മാരാർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വയനാട്ടിൽ ദുരന്തം വിതച്ച സ്ഥലത്ത് വീടുകൾ താൻ നിർമ്മിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നയാ പൈസ നൽകില്ല എന്നും പറഞ്ഞതിന് ആ ഒരൊറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്.
അതേപോലെ ചില യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയും മറ്റു സംഘടനകളിൽപ്പെട്ടവർക്കെതിരെയും ഇനി ഒരു സംഘടനയിലും പെടാത്തവർക്കുമെതിരെയൊക്കെ കേസ് എടുത്തിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയും കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്തതുമായിട്ടുള്ള ഒരാളെ പോലീസ് കേസെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് മോശം അഭിപ്രായം പറഞ്ഞതിനാണ്. എന്നാൽ ഈ കേസെടുക്കാനുള്ള മറ്റൊരു കാരണം കേരളത്തിലുണ്ടായ പ്രളയകാലത്ത് ലഭിച്ച പ്രളയ ഫണ്ട് അത് തിരിമറി നടത്തിയതിന് CPM നടപടി നേരിട്ട CPM മുൻ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ്റെ പരാതിയിന്മേലാണ്. ഈ സക്കീർ ഹുസൈനെ കുറിച്ചൊരു നല്ല അഭിപ്രായം നാട്ടിലുണ്ടോ? പ്രളയ ദുരിത ഫണ്ട് അത് വകമാറ്റി ചെലവഴിക്കുകയും അതിൻ്റെ ഭാഗമായി മയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടറായിരുന്ന കൗലത്തടക്കമുള്ള ആളുകൾക്കെതിരെ നടപടികൾ ഉണ്ടായതുമൊക്കെ ഇവിടെ ആരും അതൊന്നും മറന്നിട്ടില്ല. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും CPM ഇഷ്ടമുള്ളവർക്ക് മാത്രം പിന്നീട് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിലെ സൈബർ പട്രോളിംഗ് ടീമിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം നടപടികൾ എടുക്കുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ നാട്ടിൽ ഭൂഷണമായൊരു കാര്യമല്ല. മറ്റൊരു കാര്യം, വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ച ഈ നാശനഷ്ടങ്ങൾ വരുത്തിയ ഉരുൾപൊട്ടലിന് ശേഷം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ചില കാര്യങ്ങൾ രാജ്യസഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ കാഠിന്യത്താൽ മലയോര മേഖലയിൽ വലിയ ദുരന്ത സാധ്യത ഉണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നുമൊക്കെ കേന്ദ്രം ജൂലൈ 23 ആ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നാണ്. അതിൻ്റെ ഭാഗമായി 9 അംഗ NDR സംഘത്തെയും കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കുകയും ചെയ്തു അത്രേ. സാധാരണഗതിയിൽ ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ ഉണ്ടാകുന്നതിന് 7 ദിവസം മുമ്പ് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. അത് ലോകത്ത് തന്നെ ഇത്തരം സംവിധാനങ്ങൾ അറിയാവുന്ന 4 രാജ്യങ്ങളിലൊന്നോ അത് നമ്മുടെ ഇന്ത്യയാണ്. 20 സെന്റിമീറ്റർ മഴ സാധ്യതയുള്ളയും അത് മൂലം മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് വീണ്ടും ജൂലൈ 26 നമ്മുടെ കേരളത്തിലേക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി എന്നും ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. പക്ഷേ അമിത്ഷായുടെ ആ തുറന്ന പറച്ചിലുകളും പിണറായി വിജയനെ അലോസരപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തുവാൻ പാടില്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട്. അതിൻ്റെ ചുവട് പിടിച്ച് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളായ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അതിനെ പിന്താങ്ങുകയും ചെയ്തു. അത് രാഷ്ട്രീയമായിരിക്കാം. പക്ഷേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റാണ് നമുക്ക് കേരളത്തിന് വേണ്ടി ദുരന്ത ബാധിത മേഖലയിൽ ചെയ്തത്. എന്നാൽ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം ഒരു സൂചന തന്നിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് റെഡ് അലർട്ട് അല്ലെന്നാണ് പറഞ്ഞതെന്നും പകരം ഓറഞ്ച് അലർട്ടാണ് കേന്ദ്രം പറഞ്ഞതെന്നുമാണ്. അതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നുണ്ടായത്. എന്തൊരു വിരോധാഭാസമാണിത്! ഇത് ഇവരുടെ ഒരു സ്ഥിരം നാടകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 6 ഭാഗങ്ങളായിട്ടാണ് മഴയെ സംബന്ധിച്ചുള്ള സൂചനകൾ അത് നൽകുന്നത്. അതൊന്ന് നേരിയ മഴയെ സംബന്ധിച്ചും, രണ്ടാമത്തേത് ചാറ്റൽ മഴയെക്കുറിച്ചും, മൂന്നാമത് മിതമായ മഴയും, നാലാമത്തേത് ശക്തമായ മഴയെക്കുറിച്ചും, അഞ്ചാമത് അതിശക്തമായിട്ടുള്ള മഴയും, ആറാമത്തേത് അതിതീവ്രമായിട്ടുള്ള മഴയുമാണ് പ്രവചിക്കുന്നത്. വിവിധ നിറങ്ങൾ നൽകിയിട്ടുള്ള ഇതിന് ഓരോ നാമകരണവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിതീവ്രമായിട്ടുള്ള നല്ല മഴയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അത് റെഡ് അലർട്ടാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്രം നൽകേണ്ട സൂചനയും അതാണ്. പക്ഷേ കേരളത്തിന് ലഭിച്ചത് ഓറഞ്ച് അലർട്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന ആക്ഷേപം. അതാണ് കാരണമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഓറഞ്ച് അലർട്ടാണെങ്കിൽ പോലും എന്തൊക്കെ നാം അതിനുവേണ്ടി ചെയ്യേണ്ടിയിരുന്നു? ഓറഞ്ച് അലർട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി ശ്രീമാൻ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതായിരുന്നു. സത്യത്തിൽ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴയെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണമെന്നാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അല്ലെങ്കിൽ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പട്ടികയിൽപ്പെട്ട സ്ഥലങ്ങൾ, അവിടെയെല്ലാം ജനങ്ങളെ ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എമർജൻസി കിറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ തയ്യാറാക്കി നിർത്തണം. പ്രതിരോധത്തിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പ് നടത്തണം. ഒരാക്ഷൻ വന്നാൽ അതിന് തയ്യാറായി നിൽക്കണം. ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ആ ഭാഗത്ത് അധികൃതർ നടത്തേണ്ടതുണ്ട്. കൂടാതെ രക്ഷാസേനകളോട് തയ്യാറെടുക്കുവാൻ ആവശ്യപ്പെടുകയും വേണം. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ സർക്കാർ ചെയ്തിരുന്നില്ല. എന്നിട്ടാണ് ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നമ്മുടെ അലംഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പിണറായി വിജയൻ ഈ റെഡ് അലർട്ടും അതുപോലെ ഓറഞ്ച് അലർട്ടും എന്നൊക്കെ നിസാരവൽക്കരിച്ച് അതിനെ തള്ളിക്കളഞ്ഞത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.
പക്ഷേ ഈ ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും പിണറായി വിജയനും നമ്മുടെ സർക്കാരിനും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ സാധിക്കില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടക്കുകയും ചെയ്താലൊന്നും നിങ്ങൾക്കെതിരെയുള്ള ഈ ജനവികാരങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇത്തരം നിലപാടുകളും അഭിപ്രായങ്ങളും അത് അവസാനിക്കാനും പോകുന്നില്ല.